ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 15 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ഹ്യൂമർ എസ്സേ ദാറ്റ് ഈസ് റിട്ടൺ ബൈ ആർ കെ നാരായൺ. ഫേമസ് ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള ആർ കെ നാരായണൻ്റെ 15 ഇയേഴ്സ് എന്ന് പറഞ്ഞ 15 വർഷം എന്ന് പറയപ്പെടുന്ന ഒരു ഹ്യൂമറിക്കൽ, ഒരു ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ഹാസ്യം നിറഞ്ഞ ഒരു എസ്സേയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് AC പേപ്പറിൽ പഠിക്കാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഈ ചാപ്റ്ററെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ കെ നാരായൺ ഈ ഒരു ഹ്യൂമർ ടൈപ്പിൽ എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് 15 ഇയേഴ്സ് എന്ന് പറയുന്ന ഈ എസ്സേ. സോ ഞാനിവിടെ തന്നിട്ടുള്ളത് ഒരു സിമ്പിൾ നോട്ടും അതേപോലെ തന്നെ ഒരു അനാലിസിസും സമ്മറിയും ഒക്കെ കൂടെ വരുന്ന നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് പഠിക്കുകയാണെന്നുള്ള എക്സാമിനൊക്കെ വെൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാനായിട്ട് പറ്റും. Okay, so let's begin. 15 years by R.K. Narayan. It is an humorous essay written by R.K. Narayan, who is a great Indian English writer. He wrote many a number of novels, short stories and essays. സോ ആർ കെ നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ റൈറ്റർമാരിൽ പെടുന്ന ഒരാളാണ് നമ്മളുടെ ആർ കെ നാരായണൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് വർക്ക്സ് അറിയാം. മാൽഗുഡി ഡേയ്സ്, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ഇതൊക്കെ എന്താണ് നമ്മളുടെ ആർ കെ നാരായണൻ്റെ ഫേമസ് വർക്ക്സ് ആണ്. ഒരു ഇന്ത്യൻ കഥാകാരൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന റൈറ്റർ തന്നെയാണ് നമ്മളുടെ ആർ കെ നാരായണൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസും എസ്സേസും ഒക്കെ ആർ കെ നാരായണൻ മേജർലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഏരിയാസ് ആയിരുന്നു. ഓൾ ഓഫ് ദം ആർ ബ്ലെൻഡഡ് വിറ്റ് ആൻഡ് ഹ്യൂമർ. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ കെ നാരായണൻ്റെ എല്ലാ വർക്ക്സുകളിലും നമുക്ക് ഒരു യൂസ് ഓഫ് ഹ്യൂമർ എല്ലാ വർക്ക്സുകളിലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ത്യൻനെസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ആർ കെ നാരായണൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഹ്യൂമറസ് വേ ഓഫ് പ്രസൻറ്റേഷൻ, കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ തമാശകളുടെ രൂപത്തിൽ തമാശകൾ ഉൾപ്പെടുത്തിയിട്ടൊക്കെയാണ് ആർ കെ നാരായണൻ തൻ്റെ കാര്യങ്ങളും തൻ്റെ സ്റ്റോറികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അറ്റ് ദ സെയിം ടൈം ദേ ആർ തോട്ട് പ്രൊവോക്കിംഗ് ആസ് വെൽ. തമാശയുടെ രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലോട്ട് അതിനുണ്ടാവും, കഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ പ്ലോട്ടിന് കഴിയുകയും ചെയ്യും. എന്നാൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ഒരു തമാശയുടെ രൂപത്തിൽ നമ്മളെ കളിപ്പിച്ചിട്ടും ചിരിപ്പിച്ചിട്ടൊക്കെയാണ് ആർ കെ നാരായണൻ കഥ മുന്നോട്ട് കൊണ്ടുപോകാറ്. In the essay titled 50 Years, R. K. Narayan points out humorously how it is not possible to banish English from India. So the central theme of this essay is that we cannot banish or abandon English language from India. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് പറ്റില്ല. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു എസ്സേയാണ് നമുക്ക് പഠിക്കാനുള്ളത്. So he presents his arguments in the form of dialogues between two characters. One is English and the other is a judge who opposes English language and he wants to banish English from India. സോ നമ്മൾ ഈ എസ്സേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ എസ്സേ മുന്നോട്ട് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് ഒരു ക്യാരക്ടറും, അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ജഡ്ജാണ്. ആ ജഡ്ജിന് എന്ത് വേണം, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കണം. സോ ഇങ്ങനെ വിചാരിക്കുന്ന ഒരാളും ഇംഗ്ലീഷ് ലാംഗ്വേജ് തമ്മിലുള്ള കോൺവെർസേഷൻ്റെ അല്ലെങ്കിൽ വേർഡ്സ് എക്സ്ചേഞ്ചിൻ്റെ ഒരു രൂപത്തിലാണ് നമ്മൾ ഈ എസ്സേ ആർ കെ നാരായണൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. In this essay, the author points out many practical and emotional reasons why English cannot be banished from India. സോ ഈ എസ്സേയിൽ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടൻ്റ് ഇന്ത്യക്ക് ആയി മാറിയത്, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷ് തുടച്ചു നീക്കാൻ പറ്റാത്തത് എന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആർ കെ നാരായണൻ ഈ എസ്സേയിൽ പറയുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് he proves that English is not a foreign language but an integral part of India because this language has been spoken by Indians for the last 300 years. ഇപ്പോൾ ആർ കെ നാരായണൻ ഇത് പറയുന്ന ഒരു കോണ്ടർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു ഫോറിൻ ലാംഗ്വേജ് അല്ല, മറിച്ച് എന്താണ് കഴിഞ്ഞ 300 വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർ സംസാരിച്ചു വരുന്ന അവരുടേതുപോലെ തന്നെയുള്ള ഒരു ഭാഷയായിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷ് തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്
RK നാരായണൻ പറയുന്നത്. കാരണം ഇന്ത്യയിൽ ഹിന്ദി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മേ ബി ഇംഗ്ലീഷ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിനെ തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഒരു ഹ്യൂമറസ് വേയിൽ എന്ത് ചെയ്തിട്ടുണ്ട് RK നാരായണൻ അത് ഈ എസ്സേയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. RK Narayanan, in his essay titled 15 Years, speaks about the status of English in India before and after independence. സോ ഈ എസ്സേയിൽ പറയുന്ന വേറൊരു കാര്യം എന്താണ്, അതേപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് മുന്നേയുമുള്ള ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൻ്റെ അവസ്ഥയെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും എന്താ അറിയാവുന്നത്, നമ്മളെ ബ്രിട്ടീഷുകാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള ലാംഗ്വേജിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രേഡ് പേർപ്പസിനായിട്ട്, അവർ റിലീജിയൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റിലീജിയനെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അത് സ്വാതന്ത്ര്യത്തിന് മുന്നും അങ്ങനെയായിരുന്നു, ശേഷവും അങ്ങനെ തന്നെയായിരുന്നു. സോ ആ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളതും KR നാരായണൻ ഈ എസ്സേയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. Before independence, people in India used to say as a matter of prestige that she speaks perfect English and that she would get a better job. സോ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു സ്ഥിര ജോലി എന്തായിരിക്കും ലഭിച്ചിരിക്കും. കാരണം അന്ന് നമ്മളെ ഭരിക്കുന്നത് ആരാണ്, ബ്രിട്ടീഷുകാരാണ്. സോ അന്ന് ലാംഗ്വേജ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. സോ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവര് സ്ഥിരമായിട്ടുള്ള ഒരു വേതനമുള്ള ഒരു ജോലി കൊടുക്കുന്നുണ്ടായിരുന്നു. എവറി വൺ വാസ് പ്രൗഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ട്രൈ ടു ലേൺ ഇറ്റ്. ഒരു ദിവസവേതനം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി ആളുകൾ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും അതിൽ ഇൻട്രസ്റ്റഡ് ആവാനും തോന്നി. ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങി. Knowing English language was a matter of prestige and status of symbol in society. നമ്മൾ സിനിമകളൊക്കെ പണ്ടത്തെ മിത്തിക്കൽ സിനിമകളൊക്കെ കാണുമ്പോൾ പറയാം എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്നവർക്ക് എന്നൊരു വേറെ ഒരു വില തന്നെ ഉണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റും. പക്ഷെ എന്താണ്, അന്ന് കാലത്ത് ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഒരു ആളുടെ സ്റ്റാറ്റസിനെയും അതേപോലെ തന്നെ അയാളുടെ യശസ്സിനെയൊക്കെ അത്രയും ഉയരത്തിലെത്തിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. To write a letter in English was considered as the best qualification for a bride at that time. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ, ഒരു കല്യാണത്തിന് മുന്നേ ബ്രൈഡിന് ലഭിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതാനുള്ള കഴിവായിരുന്നു. ലവ് ലെറ്റർ അല്ല, നമ്മൾ കോമൺ ലെറ്റർ എന്ന് പറയില്ല, ആ ലെറ്റർ എഴുതാനുള്ള കഴിവായിരുന്നു എന്ത് പറഞ്ഞിരുന്നത്, ഒരു ക്വാളിഫിക്കേഷൻ. നമ്മൾ ഇന്ന് ഡൗറി ഒക്കെ പറയുന്ന പോലെ അന്നൊരു ഗ്രൂമിന് വേണ്ടിയിരുന്ന ഒരു ക്വാളിറ്റി ആയിരുന്നു ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്. But after independence, regional languages began to be developed and narrow-minded regionalism and patriotism forced people to reject English language. So എന്താണ്, പക്ഷേ ഇതായിരുന്നു ബിഫോർ ഇൻഡിപെൻഡൻസിന്റെ മുന്നേയുള്ള ഇംഗ്ലീഷിന്റെ അവസ്ഥ. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്യാൻ തുടങ്ങി ആളുകൾ, ഇംഗ്ലീഷ് ഫോറിനറുടെ ലാംഗ്വേജ് ആണ്, നമ്മൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ റൈറ്റ്സ് ഒക്കെ തുടങ്ങി. അപ്പം നമ്മൾ തമിഴൻസിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര പാട്രിയറ്റ്സ് ആണ്. അവർക്ക് ഹിന്ദി ലാംഗ്വേജസ് ഒക്കെ ഇന്ത്യയിലെ മെയിൻ ലാംഗ്വേജസ് ആക്കാന്നൊക്കെ എതിർത്തവരായിരുന്നു തമിഴൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആളുകൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ലീഡേഴ്സ് വരുന്ന സഭകളൊക്കെ പറഞ്ഞത് എന്തായിരുന്നു, ഇംഗ്ലീഷ് ഷുഡ് ബി അബാൻഡൻഡ്. ഇംഗ്ലീഷ് എന്ന ഭാഷ എന്താണ്, ഫോറിനറുടെ ഭാഷയാണ്, അത് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ റീജിയണലിസം, നമ്മളെ പാട്രിയോട്ടിസം, ദേശസ്നേഹമൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. Okay, now it has become a prestige to cry for the abolition of English in the name of പാട്രിയോട്ടിസം. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ, ദേശസ്നേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇംഗ്ലീഷിനെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. എന്താണ്, ഇത് ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയാണ്, നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെന്ത് വന്നാലും ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ, ദേശസ്നേഹവും പറഞ്ഞിട്ട് ഇംഗ്ലീഷിനെതിരെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, RK Narayan says that in spite of all narrow-minded opposition from a section of people, English language has become an integral part of India. സോ ഇത്തരം എതിർപ്പുകളും കുന്നായ്മകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ RK നാരായണൻ പറയുന്നത് എന്താ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം നമ്മളെ നിയമവ്യവസ്ഥയിൽ വരെ മുന്നോട്ട് പോകുന്നതിൽ ഇംഗ്ലീഷിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ത്യയിൽ നിന്ന് തുരത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് RK നാരായണൻ ഈ എസ്സേയിൽ പറയുന്നത്. ഇംഗ്ലീഷ് ഇസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജസ്.
നമ്മളുടെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെന്താ? ഇംഗ്ലീഷ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ആൻഡ് യൂസ്ഡ് ഇൻ ഓൾ കോർട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ്. നമ്മളെ നിയമനിർമ്മാണ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ദ ലാംഗ്വേജ് ഹാസ് എ സൈറൻ ലൈക്ക് ചാം ആൻഡ് ലോട്ട് ഓഫ് പെർസിസ്റ്റൻസ്. അതിനെന്തുണ്ട്? ഒരു സൈറനെ പോലെയുള്ള പ്രശസ്തിയാണ് എന്തുള്ളത്? നമ്മുടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ളത്. അത്രത്തോളം നിലനിൽപ്പ് എന്തുണ്ട്? ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇന്ത്യയിൽ ഉണ്ട്. The uses personifications in the essay. പിന്നെ ചെയ്യാറുണ്ട് നമ്മളെ സൈറൻ ലൈക്ക് ചാം എന്നൊക്കെ പറയുന്നത് എന്താണ്? പേഴ്സോണിഫിക്കേഷൻസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് സൈറൻ ലൈക്ക് ചാം എന്നുള്ള ഒരു പേഴ്സോണിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആർ.കെ. നാരായണൻ ഈ എസ്സേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ് പേഴ്സോണിഫൈഡ് ആസ് എ പ്രിസണർ ഇൻ ലോ കോർട്ട്. English is also personified as a woman. English is personified as a prisoner in law court. ഇതൊക്കെ എന്താണ്? പേഴ്സോണിഫിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന ആർ.കെ. നാരായണൻ യൂസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? ഇംഗ്ലീഷ് ഈസ് പേഴ്സോണിഫൈഡ് ആസ് എ പ്രിസണർ ഇൻ എ ലോ കോർട്ട്. ഒരു എന്താണ്? കോടതി, കള്ളന്മാരുണ്ടെങ്കിലാണ് കോടതി ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്താണ്? കോടതിയിലെ ഒരു പ്രിസണറെ പോലെയാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഇന്ത്യയിൽ കിടക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെയാണ് എന്ത്? ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അവരും എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ച് വേണ്ടപ്പെട്ടവരാണ്. സോ അത്രയും വേണ്ടപ്പെട്ടവരാണ് ആര്? ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആൻഡ് ദോസ് ഹു ഓപ്പോസ് ഇംഗ്ലീഷ് ആർ പേഴ്സോണിഫൈഡ് ആസ് എ ജഡ്ജ്. അപ്പോൾ ഇതിനെ എതിർക്കുന്നവർ, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എതിർക്കുന്നവർ എന്തായിട്ടാണ് പറയുന്നത്? ഒരു ജഡ്ജായിട്ടാണ് പറയുന്നത്. സോ ഇംഗ്ലീഷിനെ കൂട്ടിലടച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയിലെ കൂട്ടിലടച്ചിരിക്കുകയാണ് ഒരു വുമണിനോട് കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ അവരൊക്കെ എന്താണ്? ഇംഗ്ലീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഇംഗ്ലീഷാണ്. സോ ഈ കോർട്ടിലെ ജഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്നവർ, ഇംഗ്ലീഷ് ബാനിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ. എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഇനി നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ എന്താണ്? ആ പ്രിസണർ അവിടെ കിടക്കുന്നുണ്ട്. ആ പ്രിസണർ ആരാണ്? ഇംഗ്ലീഷാണ്. അവിടെ വുമണും ഉണ്ട്. അയാൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിലാണ് കാണുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ജഡ്ജാണ്. ആ ജഡ്ജ് ആദ്യം ഞാൻ പറഞ്ഞു എന്താണ്? മൂപ്പർക്ക് എങ്ങനെയും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ത്യയിൽ നിന്ന് പുറത്തണം. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് നമ്മളുടെ ഈ എസ്സേയിൽ വരുന്നത്. നമുക്ക് നോക്കാം. The prisoner asked the judge what she has done. The judge hates her so much. ജഡ്ജിനോട് ചോദിക്കുന്നുണ്ട്, ആ ലേഡി ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട്. എന്ത്? ആ വുമൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ്. ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രത്തോളം വെറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ദ ജഡ്ജ് ഡസ് നോട്ട് ആൻസർ ബിക്കോസ് ഹി ഹാസ് നത്തിങ് ടു സേ അഗെയിൻസ്റ്റ് ദ ലാംഗ്വേജ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് ജഡ്ജ് ചെയ്യുന്നത്. സംഹൗ ഹി സീസ് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ് ഹു ആർ ദ ഒപ്രസീവ് ഓഫ് ഇന്ത്യ. അങ്ങനെ കുറേ നേരം ഈ ലേഡി ഇംഗ്ലീഷ് ചോദിച്ചപ്പോൾ റിപ്ലൈ ആയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ജഡ്ജ് പറയുന്നുണ്ട്? എന്ത്? പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല. മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ലാംഗ്വേജ് അല്ല, അത് ബ്രിട്ടീഷുകാരുടെ ലാംഗ്വേജ് ആണ്. അതെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് തുരത്തന്നെ വേണം എന്നുള്ള റിപ്ലൈ ആണ് ജഡ്ജ് കൊടുക്കുന്നത്. ബട്ട് ദ ജഡ്ജ് സ്പോക്ക് ഇൻ ഇംഗ്ലീഷ്. അവിടെയാണ് അതിൻ്റെ ഹ്യൂമർ കിടക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ ലാംഗ്വേജ് ആണ്, ഇത് ഇവിടുന്ന് തുരക്കണം എന്നുള്ള കാര്യം ജഡ്ജ് പറയുന്നത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. Thus the author proves that even today Indians in every state communicate each other with help of English because there are only religious languages and Malayali speaks to Tamil and ഇംഗ്ലീഷ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇംഗ്ലീഷിൽ റിപ്ലൈ ആയിട്ട് ജഡ്ജിനോട് പറയുന്നുണ്ട്, ഇന്ത്യയിലെ നാനാ മതക്കാരും നാനാ ജില്ലയിൽപ്പെട്ടവരും നാനാ സംസ്ഥാനത്തിൽപ്പെട്ടവരൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി നമ്മളുടെ ഭാഷകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രിയാണ് നമുക്ക് പറയാൻ പറ്റും. ഒരു തമിഴൻ അല്ലെങ്കിൽ ഒരു മലയാളി ഒരു തമിഴനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പാട്ടെടുക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, Bengali speaks to a man from Karnataka only in English because they don't know regional language. ബംഗാളിൽ നിന്നുള്ള ഒരാൾ ഒരു കന്നഡക്കാരനോട് സംസാരിക്കുന്നത് കന്നഡയിലല്ല. കാരണം എന്താ? മൂപ്പർക്ക് കന്നഡ അറിയില്ല, പക്ഷെ മറിച്ച് മൂപ്പർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷാണ്. സോ ഇംഗ്ലീഷ് ഈസ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. But thus even today, many years after English independence, English is essential for communication between interstate. അതുകൊണ്ടാണ് പറയുന്നത് സ്വാതന്ത്ര്യം നേടിയിട്ട് ഇത്രയും കാലമായി, പക്ഷേ ഇതര സംസ്ഥാനക്കാരെ തമ്മിൽ സംസാരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസാര ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഇന്നും ഇംഗ്ലീഷാണ്. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. നോ ലാംഗ്വേജ് ഇൻക്ലൂഡ്സ് ഹിന്ദി cannot take the place of English and communication between the states in India. Moreover, English has become a global language. സോ ഹിന്ദി എന്ന ലാംഗ്വേജിന് ഒരിക്കലും ഇംഗ്ലീഷിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ പറഞ്ഞു, ഈ തമിഴരെ പോലെയുള്ള ആളുകളൊക്കെ ഹിന്ദിക്ക് ഇന്നും എതിരാണ്.
സോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ സ്ഥാനം എന്നും ഉയരത്ത് തന്നെയാണ്. ഇംഗ്ലീഷിനെ എന്ന് ഒരു കാലത്ത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഹിന്ദി എന്ന ലാംഗ്വേജ് ഇന്ത്യയിൽ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട്, ഒരു ആഗോള തലത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഇന്ന് ലോകത്ത് മാറിയിട്ടുണ്ട്. സോ ഇന്ത്യയിൽ നിന്ന് അതിനെ തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്, RK നാരായണൻ ഈ എസ്സേ എൻഡ് ചെയ്യുന്നത്. സോ ഒരു ഹ്യൂമർ നമുക്ക് കാണാൻ പറ്റും, കാരണം ആ വുമണിനെ പോർട്രേ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ആ ഹ്യൂമർനെസ് എവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജഡ്ജ് സംസാരിക്കുന്ന ഏത് ഭാഷയിലാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. സോ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീഡിയം ഓഫ് ലോ, മീഡിയം ഓഫ് ജസ്റ്റിസ്, മീഡിയം ഓഫ് അഡ്മിനിസ്ട്രേഷൻ and medium of everything in India is English. It is impossible to wipe out complete the English language from India. Okay, thank you.